ഹായ് മക്കളെ, ഇതൊരു വ്യത്യസ്തമായ മോട്ടിവേഷൻ ആണോ. നിങ്ങൾ മായാനദി എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ നല്ലൊരു സീനുണ്ട്. അതായത് അപ്പു ഏതോ ഒരു ഓഡിഷന് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാതെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് മാത്തനെ വിളിക്കും. അപ്പോൾ മാത്തൻ എന്ത് ചെയ്യും? സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നീ പൊളിയാണ്, നിന്നെ കൊണ്ട് അത് പറ്റുമെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നടക്കില്ല. ലാസ്റ്റ് മാത്തന് കലി കയറിയിട്ട് ഒരു മാസ് ഡയലോഗ് ഉണ്ട്. എടി മരപ്പട്ടി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ, നീ ഇത് മര്യാദയ്ക്ക് ചെയ്താൽ നിനക്ക് കൊള്ളാം, അല്ലേ നിന്റെ ജീവിതം തൊലിഞ്ഞു പോകും. അവസാനം നീ എന്താണ് മാട്രിമോണിയൽ സൈറ്റിൽ ഏതെങ്കിലും ഒരു നമ്പറായി മാത്രം മാറി ഒരു സൈക്കോനെ കല്യാണം കഴിച്ച് അവൻ്റെ അണ്ടർവെയർ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഡിപ്രഷൻ അടിച്ച് തീരുന്നു പറഞ്ഞ് വേറെ 1-2 സെന്റൻസും കൂടി ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പറയും. അത്തോടുകൂടി ആകെ ഡൗണായി നിന്ന് അപ്പം എന്താണ് അങ്ങോട്ട് ചാടിക്കറി ഓഡിഷൻ അടിപൊളിയായി ചെയ്യും. ശരിക്കും ചില സമയത്തൊക്കെ ഇതുപോലത്തെ മോട്ടിവേഷൻസ് ആണ് കേട്ടോ നല്ലത്. അതായത് ആ സമയത്ത് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പുവിൻ്റെ മനസ്സിൽ നമ്മളിപ്പം ഓഡിഷന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ്, മര്യാദയ്ക്ക് അത് ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ ലൈഫ്, തൻ്റെ ലൈഫ് അവസാനിക്കുക ക്ലിയർ ആയിട്ട് അപ്പുവിന് മനസ്സിലായിട്ടുണ്ട്. ഞാനിതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും എന്താണ് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ഓണപ്പരീക്ഷയ്ക്ക് ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല, പഠിക്കാൻ ഒരു മൂഡില്ല എന്നൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരോട് ഇതല്ലാതെ ഇതുപോലത്തെ ഒരു മോട്ടിവേഷൻ അല്ലാത്ത വേറൊന്നും വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലേ? അതായത് +1 എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. +2 തുടങ്ങിയപ്പം ഇത് അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങൾക്കറിയാം. 3 മാസമായില്ലേ +2 തുടങ്ങിയിട്ട്. പിന്നെ ഓണപ്പരീക്ഷ ഉണ്ടാവുന്ന മിനിമം 1 മാസം മുമ്പെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഈ ഓണപ്പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് പഠിച്ച് ആ ചാപ്റ്റേഴ്സ് അവിടെ തീർക്കാം. അതിനുശേഷം മനസമാധാനത്തോടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചല്ലേ. പക്ഷെ ഒരു തേങ്ങയും നടന്നിട്ടില്ലല്ലോ. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം, പഠിക്കാൻ പറ്റാത്ത വിഷയം ഒന്നല്ല കേട്ടോ. അതായത് എന്താ പറയുക, ലേശൊരു ബുദ്ധിമുട്ടുള്ള സാധനം നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ്. അത് ഇന്ന് വേണ്ട, നാളെ എന്ന് പറഞ്ഞ് നീട്ടും. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ സിനിമ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ മടിയോ കാര്യങ്ങളോ ഉണ്ടാവോ? മക്കളെ, നിങ്ങൾ സൂക്ഷിച്ചട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഓണപ്പരീക്ഷ നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ്, അതേപോലെ ആയിരിക്കും ഇംപ്രൂവ്മെന്റ് എക്സാം. 1 മാർക്കും കൂടാൻ പോകുന്നില്ല. ക്രിസ്മസ് എക്സാം പ്രശ്നമായിരിക്കും. ലാബുകൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യായിരിക്കും. മോഡൽ എക്സാമും ഫൈനൽ എക്സാമും കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ സ്കൂള് +2 90% മുകളിൽ മാർക്ക് വാങ്ങി എത്ര കുട്ടികളുണ്ടെന്ന്. വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ തന്നെ അവസാനം ഇങ്ങനെ പലതിലും വേണ്ട എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഒരു 27-28 വയസ്സൊക്കെ ആകുമ്പോൾ ലൈഫിൽ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി എന്തൊക്കെയൊക്കെ സ്വപ്നം കണ്ടിട്ട് ഒന്നും ആവാതെ തേരാപ്പാരാ നടക്കുന്ന ഒരുപാട് ആൾക്കാരാ നിങ്ങളെ ചുറ്റുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ ആവണ്ടെങ്കിൽ ഈ നിമിഷം, ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് ഈ നിമിഷം മുതൽ എന്ത് ചെയ്തോ, ആ നിങ്ങളെ പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കാതെ നിങ്ങൾ സമയം കളയുന്ന എന്ത് സാധനമാണെങ്കിലോ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് ഈ നിമിഷം മുതൽ ഇരുന്നോ. കാരണം എന്താ, ഇനിയും സമയമുണ്ട്. ഇനിയും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട്. 2-3 ദിവസം ഇനി ഓണപരീക്ഷയ്ക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഇനി അങ്ങോട്ട് ഓഗസ്റ്റ് 24 വരെ എഡ്യൂപോർട്ടിന്റെ ലൈവ് ഉണ്ടാവും. അത് കാണാം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, കോൺഫിഡൻസ് ഉണ്ടാക്കുക. ആൻഡ് ഇതുവരെ പഠിക്കാത്ത, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ പഠിച്ച് തീരാത്ത കുട്ടികൾക്ക് വേണ്ടി തിങ്കളാഴ്ച ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസാനത്തെ ഒരു ലൈവും കൂടെ, ഒരു സ്റ്റഡി പ്ലാനും കൂടെ വെക്കുന്നത്. നിർബന്ധമായിട്ട് നിങ്ങൾ അതിൽ പങ്കെടുത്തിരിക്കണം. സീരിയസ് ആയിട്ട് പങ്കെടുത്തിരിക്കണം. 28 വയസ്സാകുമ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ പങ്കെടുക്കും. നിങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ നിങ്ങളോട് കച്ചറ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവരെയും കൂട്ടി വരിക. ഓഗസ്റ്റ് 14 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ലൈവിന്റെ ലിങ്ക് ഞാൻ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ കൊടുക്കുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ എന്തായാലും വരണം. ലാസ്റ്റ് ഒരു ചാൻസും കൂടെ മാറാൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ. ശരി.